ഹലോ, ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. കണ്ട നല്ല ലെയറുകളായിട്ട് ഇത് പൊളിഞ്ഞു വരുന്ന ചപ്പാത്തി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിനി പൊറോട്ടയൊന്നും വേണമെന്ന് തോന്നുന്നില്ല, ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ഗോതമ്പ് പൊടി ചേർക്കുക. ഇത് യാത്രകൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ എളുപ്പമാണ് കേട്ടോ. ഈ സംഭവം അധികം ഇതാവാതെ തന്നെ, ഉണങ്ങാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിലേക്ക് ലേശം ഉപ്പിടുക. ഗോതമ്പ് പൊടിയിൽ ഉപ്പിടുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ അതിന് സ്വാദ് ഉണ്ടാവില്ല. നോർത്തിലൊക്കെ അവർ ചപ്പാത്തിയിൽ ഉപ്പ് ചേർക്കുന്നേ ഇല്ല കേട്ടോ, കറിയിൽ മാത്രമേ ഒരു ഉപ്പ് ചേർക്കുള്ളൂ. ഇതിനി ആദ്യം പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെ ഒന്ന് ഇളക്കി എടുക്കുക. ഉപ്പും ലേശം വെള്ളവും കൂടെ തളിച്ച് ഇങ്ങനെ പോലെ ഇളക്കി എടുത്ത ശേഷം നമ്മൾ കുഴയ്ക്കുക. ഇതിനകത്ത് എണ്ണയോ മറ്റുള്ള ഒന്നും ചേർക്കരുത്. ഗോതമ്പ് പൊടിയിൽ കുഴയ്ക്കുമ്പോൾ തന്നെ എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു 30 മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ വലിഞ്ഞ് ഭയങ്കര എന്താ പറയുക, ഒരു ഇലാസ്റ്റികത വരും അതിന്. അപ്പോൾ അത് വേണ്ട, അല്ലാതെ തന്നെ സോഫ്റ്റ് ആവുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് 30 മിനിറ്റ് അടച്ച് വെച്ച ശേഷം ആ മാവ് ഒന്നും കൂടെ സോഫ്റ്റ് ആവും. എന്നിട്ടാണ് നമ്മൾ പരത്താൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് പരത്തുന്നത് നമ്മൾ വലിയ റൗണ്ട് ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യങ്ങളില്ല. നമ്മളിത് ലെയർഡ് ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളതാണ്. ആദ്യം കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയ ശേഷം നമ്മൾ അതിനകത്താണ് ഓയിൽ പറ്റുന്നത്. മാവിലെല്ലാം നമ്മൾ ഓയിൽ ചേർക്കുന്നത്. നമ്മൾ ഈ ചപ്പാത്തി പരത്തിയ ശേഷം കുറച്ച് ഓയിൽ നന്നായിട്ട് തടവി കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ടിങ്ങനെ മടക്കി എടുത്തിട്ടാണ് നമ്മൾ പരത്തുക. രണ്ട് സൈഡും ഇതുപോലെ മരത്തിയെടുക്കുക. അപ്പോൾ ഓയിൽ ഇച്ചിരി ഇതിനകത്ത് മാത്രമേ നമ്മൾ ഓയിൽ ചേർക്കുന്നുള്ളൂ. തവയിൽ ചുടാൻ നേരത്തോ അല്ലെങ്കിൽ മാവിലോ നമ്മൾ ഓയിൽ ചേർക്കുന്നില്ല. ഇതിങ്ങനെ ചതുരത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പരത്തിയിട്ടെടുക്കാം, അല്ലെങ്കിൽ റൗണ്ടിലെടുക്കാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഷേപ്പിലെടുക്കാം എന്നുള്ളതാണ്. ഞാൻ വലിയ ഷേപ്പൊന്നും ആക്കാൻ നോക്കിയില്ല. അപ്പോൾ അതിങ്ങനെ കുറച്ച് സ്ക്വയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് തീ ഒത്തിരി കൂട്ടിയിടരുത്. തീ കുറച്ചിട്ട് നന്നായിട്ട് മാവകത്തൊക്കെ വേവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഒത്തിരി കൂട്ടിയിടരുതെന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇടുക. നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണ്, വേണമെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ പുറത്ത് തടവാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക. ഈ ഒരു ചപ്പാത്തി നമുക്ക് യാത്രകൾ പോകുമ്പോൾ ഉണ്ടല്ലോ, ട്രെയിനിലൊക്കെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഞാനെപ്പോഴും ഡൽഹിക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെയാണ് ഈ തക്കാളി ചട്നിയും ഇതുപോലെ ചപ്പാത്തിയും ചെയ്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ഈ ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് 2 ദിവസം ഇരുന്നാലും കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കണ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ഇതേ പരത്തിയിട്ടുണ്ട്, അതും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഷേപ്പിലൊക്കെ വേണമെങ്കിൽ സ്ക്വയർ പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ സ്പീഡിൽ ഒരു കയ്യിൽ ഇപ്പുറത്ത് ക്യാമറയും ഒരു കയ്യിൽ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത്രത്തിലുള്ള ഇത് നോക്കിയില്ല. കണ്ടോ, ലെയർ പോലെ ഇതാ വരുന്നത് കണ്ടോ. അപ്പോൾ പിച്ചുമ്പോൾ നല്ല തുണി പോലെ നമ്മൾ ഇതാ സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് മാവ് കുഴച്ച് വെച്ചാൽ കുറച്ച് റബ്ബർ പോലെ ഇങ്ങനെ വരും. ഇനി നമ്മൾ കറിയാണ് കേട്ടോ. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് തക്കാളി ചട്നിയുടെ കാര്യമാണ്, കറിയല്ല തക്കാളി ചട്നിയാണ് പറയാം. നന്നായിട്ട് നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഇളക്കുക. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കുക. ഇഞ്ചി വേണം, ഇഞ്ചി ചേർക്കാതിരിക്കരുത്. പച്ചമുളക് ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ഞാനിവിടെ ചേർക്കാറില്ല. പച്ചമുളക് അതിൻ്റെ ഇടയ്ക്ക് അലിഞ്ഞങ്ങ് പൊക്കോളും, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഇരിക്കുന്ന മുളക് ഭയങ്കര എരിവാണ്, അപ്പോൾ നമുക്കത് വേണ്ടെന്ന് വെച്ചു ഞാൻ. എന്നിട്ട് പിന്നെ നമുക്ക് ഒരു വലിയൊരു സവാള, നിങ്ങളുടെ അളവ് എത്രത്തോളം വേണം, കുറേ പേർക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കൂടുതലിടണം. സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ചോപ്പറിനകത്ത് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ സവാള വഴറ്റിയെടുക്കുക. സവാള വഴറ്റുമ്പോൾ ഈ പറഞ്ഞ മാതിരി തീ ഒത്തിരി അങ്ങ് കയറ്റിയിട്ടിട്ടല്ല, ഒരു പാകത്തിന് പതുക്കെ അതിനകത്ത് കിടന്ന് ഒരു ഗോൾഡനൊക്കെ നിറമായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചേർക്കുന്ന സംഭവമാണ് എന്ത്, കാശ്മീരി മുളക് പൊടി. കാശ്മീരി എന്ന് പറഞ്ഞാൽ മുളകൊന്നുമല്ല, പിരിയൻ മുളകിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ മതി, അതായിരിക്കും നല്ലത്. ആ പിരിയൻ മുളക് പൊടിച്ചതിടുക. അപ്പോൾ നല്ല എരിവും കാണത്തില്ല, എന്നാൽ നല്ല കളറും കിട്ടും. ഇനി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വരും ഇത് വരട്ടിയെടുത്ത് കഴിയുമ്പോൾ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നല്ല രസമാണ്. ഇത് ചോറിനും വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമ്മളിവിടെ തക്കാളി ചോപ്പ് ചെയ്താണ് ഞാനിപ്പം ചേർത്തത്. ഞാനൊരു 3 ടൊമാറ്റോയാണ് ഇപ്പോൾ എടുത്തത് കേട്ടോ. നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാൻ നോക്കണം. റെഡ് കളറിലുള്ള തക്കാളിയാണ് എപ്പോഴും തക്കാളി വഴറ്റിയതിന് നല്ലത്. അത് നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ ഈ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ അത് നന്നായിട്ട് കുക്കായിട്ട് വരും. തീ കുറച്ചിട്ട് കുറേ നേരം ഇളക്കി കൊടുത്താൽ മതി. അടച്ച് വെച്ച് വേണമെങ്കിൽ കുറച്ച് നേരം അടച്ച് വെച്ച് തുറന്നിട്ടൊക്കെ ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പം തന്നെ അത് വാടി കഴിഞ്ഞു കണ്ടോ. ഇത് വഴറ്റിയെടുക്കുമ്പോൾ കാര്യം കുറച്ചേ ഉള്ളെങ്കിലും ലേശം മതി നമുക്ക് ചപ്പാത്തി കഴിയും. ഇനി ഞാൻ ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്
ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കും. ആ പഞ്ചസാര ഒന്ന് നമുക്കറിയാമല്ലോ, ഒരു സാധനം കേടാവാതിരിക്കാൻ പ്രിസർവേറ്റീവിൻ്റെ ഗുണം ഉള്ളതാണ് ഈ പഞ്ചസാര. 2 ഒരു ടേസ്റ്റ് കൊടുക്കും. 3 കുറച്ച് നല്ല കളറിൻ്റെ ഒരു മാറ്റവും കൂടെ അതിനകത്തേക്ക് വരും. അപ്പോൾ ഈ 3 ഗുണങ്ങളാണ് ഈ പഞ്ചസാര 1/4 ടീസ്പൂൺ ചേർക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നത്. ഒരുപാട് ചേർക്കണ്ട കേട്ടോ, 1/4 ടീസ്പൂൺ മതി. അപ്പോൾ എരിവും ചെറിയൊരു മധുരവും ചെറിയൊരു എന്താ പറയുക പുളിപ്പ്, തക്കാളിയുടെ പുളിപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് എന്താ പറയണമെന്നറിയോ, ഒരു ചപ്പാത്തിക്ക് പിച്ചി കഴിഞ്ഞാൽ ഒരു ലേശം മതി നമുക്ക് ഈ തക്കാളി കഴിക്കിയത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സഹായിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.